ഗൈസ്, എന്തൊക്കെയുണ്ട് വർത്താനം? എൻ്റെ ഫ്രണ്ട് റമിതേൻ്റെ താത്തേൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ. ഫസ്റ്റ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഞാനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അലനും അഭിഷേകും വന്നു, കഴിഞ്ഞ് സാഴ്ച വന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അബിയും നീതും വന്നു. എന്നോടൊരു ചെക്കൻ വന്നിട്ട് ഒരാൾ വന്നിട്ടേ മോളെ കെട്ടിക്കുണ്ട് ഉണ്ട് ചേട്ടാ, എനിക്ക് ഡിസംബർ 18 വന്നിട്ട് വരുവാണ് വീട്ടിൽ. ഡിസംബർ 18 അപ്പം കെട്ടാന്ന് പറഞ്ഞാൽ അല്ലെ എന്നെ ഒരു കുട്ടിയെ പോലെ നോക്കുന്നു. അങ്ങനെ ഞങ്ങൾ നന്ദിതി മുഹിച്ചേക്കളുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് വേണം ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാൻ. ഏതായി മൊഞ്ചത്തി പെണ്ണ്. അപ്പോൾ ഞങ്ങൾ ഫ്രെയിമിൽ വെക്കാനുള്ള ഫോട്ടോ സെറ്റാക്കാൻ വേണ്ടി കൊടുത്ത് വെയിറ്റ് ചെയ്യുകയാണ് അത് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ വേർത്തുണ്ട് എല്ലാതും പൊട്ടും പോയി. ഫോണിൽ കണ്ട് ചെയ്തൂര് ഓട്ടോയിൽ വരാൻ പറ. ഫഹ്മീനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ നാട്ടിൽ നിന്ന് 2 മണിക്കോ മറ്റേ ബസ്സപ്പൊക്കെ വരാൻ പറ്റില്ല എന്ന് പറയാം. അപ്പം ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടെങ്കിലും വരാൻ പറയായിരുന്നു. സ്റ്റാൻഡിൽ വന്നപ്പോഴേ ഒരാൾ വന്നിട്ട് എന്നോട് എന്നെ കെട്ടിക്കും. എങ്ങനെ അറിയോ പറഞ്ഞത്? ഇല്ലായിരുന്നു ചേച്ചി. താങ്ക് യു. ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ്. ഫോട്ടോ എടുക്കട്ടെ, ഫോട്ടോ എടുക്കാൻ മാത്രം അറിയില്ലല്ലോ. ബൈ. നമ്മളെ ഓഡിറ്റോറിയം ഇവിടെ. ഇതാണ് നമ്മുടെ റമിതേൻ്റെ താത്തേൻ്റെ കല്യാണത്തിനാണ് കേട്ടോ നമ്മൾ വന്നത്. കുഞ്ഞിണ്ട് അവിടെ. ഇത് തിന്നുമ്പോ അഭിരാമി നമുക്കുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റമിതേൻ്റെ ഉമ്മ. ചെയ്യണല്ലേ? നീ അറിഞ്ഞില്ലേ?
നിൽക്കുകയാണ്. 2 ബെഞ്ചുകൾ കണ്ടിട്ട് കല്ലിപ്പാവുന്നു. കല്ലിപ്പൻ മാസ് ടീമാണ് ഇവിടെ ഫോട്ടോ എടുക്കണേ. മാസ് ഓക്കെ. ഇതാണ് അൻഷബ്, അതാണ് റഹീം. ഇവിടെ എന്താ തല്ലേ? ഇവിടെ കണ്ടോ മുഹജ് അഭിഷേക് ഒരേ കളേഴ്സ്. അതെ അതെ അഭിഷേകും നിൽക്കുമ്പോ എങ്ങനെ സിംഗിൾ ഫോട്ടോ? അതെ അതെ നമ്മളെ അങ്ങനെ പറയൂ. നീലിയന്റെ നൈസായിട്ട് എടുക്കാൻ പോകണം കേട്ടോ. എന്തോ കിട്ടിയല്ലോ. ജിലേബി ആണോ? കാണോ ജിലേബി വേണോ? എനിക്ക് കാണോ? ഞാൻ കൊണ്ടുവന്നേരാ. സ്റ്റാൻഡേർഡ് ആവണ്ട വ്ളോഗ് കണ്ടിട്ട്. അല്ലല്ലോ ഞാൻ ഇങ്ങനെ തന്നെ എഡിറ്റൊന്നും ചെയ്യില്ല. ഇതൊക്കെ ക്യാമറ കണ്ട് മുഖത്തേക്കോട് ഇൻട്രോവേർട്ട് അൻഷപ്പ്, എക്സ്ട്രോവേർട്ട് നന്ദിത. ഒരു ലോഡ് കഥ ഉണ്ടാവുമല്ലോ കേൾക്കാൻ നിങ്ങളത് പോയി വന്നതിന്റെ. ഇതൊക്കെ ഞാൻ എന്നാ കേൾക്കാൻ ചൊവ്വാഴ്ച കേൾക്കണല്ലേ? വ്ളോഗിൽ കാണാൻ പറ്റില്ലല്ലോ. നേരിട്ട് കഥകളൊക്കെ നേരിട്ട് കാണാൻ വേണ്ടി വരിക. നല്ല ഫോട്ടോ പറഞ്ഞു വെച്ചിട്ടാണ് നമുക്ക് സാധാരണ തിരിച്ചു. പതുക്കെ പോയിക്കൊണ്ടു. ബസ്സിൽ വെച്ചിട്ട് ഒരാളിനെ തോണ്ടിയപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ അല്ലുവിൻ്റെ ഇമ്മയായിരുന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അല്ലും ഉണ്ട് ബാക്കിലെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കാണാൻ വേണ്ടി പറ്റിയത്. ഓക്കെ ബസ്സിലിരിക്കുന്ന ഒരു കുട്ടി ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളത് നോക്കി ശരിക്കും നല്ല അടിപൊളി മഴ പെയ്യായതുകൊണ്ട് അത് തോരാൻ വേണ്ടി ഞങ്ങളവിടെ കുറച്ചേരം നിന്നു. എന്നിട്ട് ഞാൻ നേരെ വന്ന് കുറച്ച് ഡ്രോയിങ് പെൻസിൽസൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായാലും കുറച്ച് മഴയൊക്കെ കൊണ്ടു. അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരാം. അതുവരെയ്ക്കും ടാറ്റ ബൈ, സീ യു, ബൈ.